ഹേ, എല്ലാവരും ഒരു ഫൈറ്റിന് എന്നെ തയ്യാറെടുക്ക്. ചിന്തിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടില്ല. ഇതേ സമയമാണ് ആ ടൈറ്റൻ വളരെ സ്പീഡിൽ അവരുടെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് പെട്ര 3D ഗിയർ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുവാണ്. ക്യാപ്റ്റൻ ലീവൈ ഒന്നും തന്നെ പറയുന്നില്ല. ആ ടൈറ്റൻ ഇപ്പൊ ഇവരെ കൊല്ലൂടാന്ന് പറഞ്ഞു വരുന്ന സമയത്താണ് ഇവർ ഒരു സിഗ്നൽ കൊടുക്കുന്നത്. ശബ്ദ സിഗ്നലോ എന്ന് ചോദിക്കുവാണ് എറിൻ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതൊക്കെ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണോ? ഈ ചെക്കന്റെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ നോക്കാന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതിനിപ്പോ സ്വന്തം ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും എന്ന് പറയുവാണ് ക്യാപ്റ്റൻ ലീവായി. അപ്പൊ ഇതൊന്നും എന്നെ നിരീക്ഷിക്കാനായിരുന്നില്ലേ എന്ന് ചിന്തിക്കുവാണ് എറിൻ. നമ്മൾ ഇനിയും ഈ കുതിരപ്പുറത്ത് എന്നെ മുന്നോട്ട് പോകും, മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ ലീവായി. പുറകിലോട്ട് നോക്കുന്ന എറിൻ ഇപ്പോഴും ആ ടൈറ്റൻ അവരുടെ പുറകെ വരുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഇതേ സമയം അങ്ങോട്ട് സപ്പോർട്ട് സ്ക്വാഡ് വരുന്നു. ആ ടൈറ്റനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വേണ്ട, അവിടെ നിന്നും പോ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവരെ ഇപ്പൊ ആ ടൈറ്റൻ കൊല്ലും എന്ന് എറിൻ മനസ്സിൽ ചിന്തിക്കുന്നു. ഹേ എറിൻ, മുന്നോട്ട് നോക്ക്, വേഗത ഒരിക്കലും കുറയാൻ പാടില്ല എന്ന് എൽഡ് പറയുന്നു. ലീവൈ സ്ക്വാഡായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് പറ്റും എന്ന് ചോദിക്കുവാണ് എറിൻ. ഇതേ സമയം സപ്പോർട്ട് സ്ക്വാഡിലെ ഒരു ഓഫീസറിനെ ആ ടൈറ്റൻ അങ്ങ് കൊല്ലുന്നു. അയാൾ മരിച്ചു. അയാളെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയനെ. ഇനിയും ഒരാൾ കൂടി ബാക്കിയുണ്ട്, അയാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്ന് പറയാണ് എറിൻ. എറിൻ, പുറകോട്ട് നോക്കല്ലെന്നല്ലേ നിന്നോട് പറഞ്ഞേ എന്ന് പെട്ര പറയുന്നു. എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ ഇതിനോട് എങ്ങനെ യോജിക്കാൻ പറ്റുന്നു? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരൂ. കാരണം ഇത് കമാൻഡറിന്റെ ഓർഡർ ആണ് എന്ന് ഒലിവെ പറയുന്നു. പുതിയതായതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്, അതുകൊണ്ട് മിണ്ടാതെ പറഞ്ഞതനുസരിക്ക്. അപ്പോഴാണ് എറിൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ഞാനെന്തിനാ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? ഒറ്റയ്ക്കാണെങ്കിലും എന്നെ കൊണ്ട് പോരാടാൻ പറ്റുമല്ലോ. അങ്ങനെ എറിൻ തന്റെ ടൈറ്റിൽ രൂപ പുറത്തു കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു. ഹേ എറിൻ, നീ എന്താണ് ഈ ചെയ്യുന്നത്? നിന്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ മാത്രമേ നീ അത് ചെയ്യുമെന്ന് ഞങ്ങളോട് സത്യം ചെയ്തതല്ലേ എന്ന് പെട്ര അവനോട് ചോദിക്കുന്നു. അതൊന്നും കേൾക്കാതെ അവൻ അവന്റെ കൈ കടിക്കാൻ വേണ്ടി നിൽക്കുന്നു. നിനക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, നീ ഇവിടെ തെറ്റുകാരനല്ല. എനിക്കിപ്പോ വളരെ വ്യക്തമാണ്, ഇവനൊരു രാക്ഷസനാണ്. അത് ഇവന്റെ ടൈറ്റൻ ശക്തി കൊണ്ട് മാത്രമല്ല, ഇവനെ എത്രത്തോളം തടഞ്ഞു നിർത്തിയാലും എത്ര വലിയ കൂട്ടിലിട്ടാലും അവന്റെ മനസ്സിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അസാധ്യമാണ്. നോക്ക് എറിൻ, നിനക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിന്റെ ഇഷ്ടത്തിന് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തത്, ഞാൻ ഉൾപ്പെടുന്ന ഈ സർവേ കോപ്സിനെ വിശ്വസിക്കുക. ഇതിലേതാണ് ശരിയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നിൽ വിശ്വസിച്ചാലും എന്നിൽ വിശ്വസിക്കുന്ന എന്റെ സൈനികരെ വിശ്വസിച്ചാലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നീട് റിഗ്രറ്റ് ഉണ്ടാവാത്ത ഒരു തീരുമാനം എടുക്കാൻ നീ ശ്രമിക്കണം എന്ന് പറയുവാണ് ക്യാപ്റ്റൻ ലീവായി. പിന്നീട് പുറകോട്ട് നോക്കി എറിൻ കാണുന്നത് ടൈറ്റനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് സ്ക്വാഡിനെയാണ്. ടൈറ്റൻ ഇപ്പോ അവരെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ എറിൻ വീണ്ടും ടൈറ്റൻ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. എറിൻ, ഞങ്ങളിൽ വിശ്വസിക്കേ എന്ന് പറയാണ് പെട്ര. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ടൈറ്റനായിരിക്കുന്ന സമയത്ത് നിന്നെ കീഴ്പ്പെടുത്താനുള്ള ഒരു വഴി നിന്നെ കൊല്ലുകയാണ്. എന്നാൽ ഒരു പക്ഷേ ഈ രീതി ഉപയോഗിച്ച് അത് ഒഴിവാക്കാൻ പറ്റിയേക്കും. ഇതിന് നല്ല കഴിവുള്ള ഒരു സൈനികൻ തന്നെ വേണ്ടിവരും. നിന്നെ തോൽപ്പിക്കണമെങ്കിൽ ഇതുപോലെ നിന്നെ വെട്ടിയെടുക്കണം, നിന്റെ കൈകാലുകൾ. പക്ഷേ എന്നാലും ഒരു പല്ലിയുടെ വാല് തിരിച്ചു വരുന്നത് പോലെ അതും തിരിച്ചു വരില്ലേ എന്ന് ലീവായി ചോദിക്കുന്നു. ഒരു മിനിറ്റ്, അതെങ്ങനെയാ വരുന്നതെന്ന് എനിക്ക് അറിയില്ല, വേറെ വഴിയൊന്നുമില്ലേ? ഓ, ഒരു തരത്തിലും റിസ്ക് എടുക്കാൻ നീ തയ്യാറല്ല അല്ലേ? എന്നാ തയ്യാറായിക്കോ എന്ന് പറയാണ് ലീവായി. നീ ഞങ്ങളൊക്കെ കൊല്ലൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പോ എനിക്കിത് പരീക്ഷിച്ച് നോക്കാല്ലേ എന്ന് ഹാൻജി ചോദിക്കുന്നു. എറിൻ, നിനക്കൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. അങ്ങനെ എറിനെ ഒരു കിണറ്റിൽ ഇറക്കുവാണ്. സിഗ്നൽ കിട്ടിയ ഉടനെ തന്നെ നിനക്ക് തുടങ്ങാം എന്ന് പറയുവാണ് ഹാൻജി. ഇതിനകത്ത് വെച്ച് അവന്റെ കൺട്രോൾ പോയാലും കുഴപ്പമില്ല. അങ്ങനെ ഹാൻജി സിഗ്നൽ കൊടുക്കുവാണ്. ആ കവാട അടച്ചതിന് ശേഷം ഞാനൊരു ടൈറ്റനായിട്ട് മാറിയിട്ടില്ല. ഇനിയും കൺട്രോൾ പോയാ എന്റെ അന്ത്യം ലീവൈ സ്ക്വാഡിന്റെ കൈ കൊണ്ടായിരിക്കും. അങ്ങനെ എറിൻ അവന്റെ കൈ അങ്ങ് കടിക്കുവാണ്. കുറെ നേരമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഇവൻ ഇനി ആ സിഗ്നൽ കണ്ടു കാണില്ലേ എന്ന് ചോദിക്കുകയാണ് ഹാൻജി. അല്ല, ഇത് കൃത്യമായിട്ട് നടക്കുമെന്ന് ആദ്യം തന്നെ വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതിനടുത്തോട്ട് പോയി നോക്കുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. ഹാൻജി സാർ, എന്നെ കൊണ്ട് ടൈറ്റനാവാൻ പറ്റുന്നില്ല എന്ന് എറിൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവുകളും മാറിയില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ലീവായി. അതെ എന്ന് എറിനും പറയുന്നു. നിനക്കിനി ടൈറ്റനാവാൻ പറ്റില്ലെങ്കിൽ വാൾമറിയ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വെറും സ്വപ്നം മാത്രമായിരിക്കും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് എന്നെ പരിഹരിക്കുക, ഇതെന്റെ ഓർഡറാണ് എന്ന് പറയുവാണ് ലീവായി. പക്ഷെ എറിനെ എന്നെ അറിയില്ല അവൻ എന്തുകൊണ്ടാണ് ടൈറ്റൻ ആവാത്തതെന്ന്. നീ വിഷമിക്കേണ്ട എറിൻ, ധൃതി പിടിച്ച് സൈനികരെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഇത് തന്നെയാ. എന്തായാലും ഇത് നന്നായി എന്ന് എൽഡ് പറയുന്നു. ഇവർക്കെല്ലാം ഇതെങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നു? എനിക്ക് ടൈറ്റനായി മാറാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ ആശ്വസിക്കുവാണോ എന്ന് ചിന്തിക്കുവാണ് എറിൻ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പൂൺ എടുക്കുന്ന സമയത്ത് അവന്റെ കൈ വേദനിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്പൂൺ അവൻ താഴെയിടുന്നു. അതെടുക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഇടിമിന്നൽ അങ്ങോട്ട് വരുന്നതും അവന്റെ കൂടെ ഇരുന്നവരൊക്കെ തെറിച്ചു പോകുന്നതും. എന്താ ഇവിടെ നടക്കുന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും ചിന്തിച്ചു നിൽക്കുന്നു. സോ എറിൻ പോലും അറിയാതെ ഒരു ടൈറ്റൻ ആവാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ലീവൈ സ്ക്വാഡ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ ലീവൈ അവർ അതിൽ നിന്നും തടയുന്നു. ഇതേ സമയമാണ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. വെടിമരുന്നിന്റെ സഹായത്തോടെ ഫോഗ് സിഗ്നലുകൾ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ കൈത്തോക്ക്. ആവശ്യങ്ങൾ അനുസരിച്ചുള്ള സിഗ്നലുകൾ അടങ്ങുന്ന ഇതിനകത്തോട്ട് മാറ്റിയിടാൻ വേണ്ടി സാധിക്കും. കൈമാറ്റപ്പെടുന്ന വിവരങ്ങൾ അനുസരിച്ച് സിഗ്നലുകളുടെ നിറം വ്യത്യാസപ്പെടും. റെഡ് കളർ
ടൈറ്റൻസിനെ കണ്ടു. ഗ്രീൻ കളർ പുതിയ ദിശയിലോട്ടുള്ള വഴി, ബ്ലാക്ക് കളർ അബ്നോർമൽ ടൈറ്റൻ. അങ്ങനെ എറിനൊരു ടൈറ്റൻ ആവാൻ ശ്രമിച്ചത് കൊണ്ട് അങ്ങോട്ട് ഓടി വരുവാണ് ഹാൻജി. അവളാണെങ്കിൽ ഒരുപാടധികം എക്സൈറ്റഡ് ആണ്. അനുവാദമില്ലാതെ നിന്നോട് ആരാ ഇത് ചെയ്യാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് എൽഡ്. അങ്ങനെ ഓരോരുത്തരായി ടെൻഷനായി എറിനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അവരൊക്കെ ക്യാപ്റ്റൻ ലീവായി സമാധാനിപ്പിക്കുന്നു. എന്നിട്ടും അവരെല്ലാവരും ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എറിൻ ടെൻഷനായി കുറച്ചുനേരം എല്ലാവരും ഒന്ന് മിണ്ടാണ്ടിരിക്കോ എന്ന് നിലവിളിക്കുന്നു. എടാ എറിനേ, എന്തൊക്കെയുണ്ടാ, ഞാൻ നിന്റെ കയ്യിലൊന്ന് തൊട്ടോട്ടെ എന്ന് പറഞ്ഞ് ഓടി വരുവാണ് ഹാൻജി. അയ്യോ പൊള്ളുന്നേ, കൈ പൊള്ളുന്നേ, തൊലിയില്ലാത്ത എന്തൊരു ചൂടാണ് എന്ന് പറഞ്ഞ് അവൾ സന്തോഷിക്കുവാണ്. പറയറീൻ, ശരിക്കും അതിന് ചൂടില്ലേ? നീ എങ്ങനെയാണ് ആ കൈയുമായിട്ട് കണക്ട് ആയിരിക്കുന്നത്? എനിക്കിപ്പൊ തന്നെ കാണണം. ഓ ശരിയാണല്ലോ, എന്റെ കൈ വലിച്ചെടുത്താ പോരെ എന്ന് പറഞ്ഞ് എറിൻ അവന്റെ കൈ അതിൽ നിന്നും വലിച്ചൂരുന്നു. അയ്യോ ഇത്ര വേഗം വേണ്ടായിരുന്നു എറിൻ, ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു നിൽക്കുവാണ് ഹാൻജി. അപ്പോഴാണ് ആ ടൈറ്റന്റെ കയ്യിൽ ഒരു സ്പൂൺ അവൾ കാണുന്നത്. സോ എറിൻ അതിൽ നിന്നും പുറത്തു വന്ന ഉടനെ തന്നെ അത് ആവിയായി അവിടെ നിന്നും പോവാണ്. എനിക്കറിയില്ല ശരിക്കും ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് എന്ന് എറിൻ ലീവായിനോട് പറയുന്നു. അവരിന്ന് എനിക്ക് നേരെ തിരിയുന്നത് വരെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അവർക്കെന്നിൽ ഇത്രേ വിശ്വാസമുള്ളൂ എന്ന്. തീർച്ചയായും അത്തരത്തിലുള്ളവരായതുകൊണ്ടാണ് ഞാൻ അവരെ തെരഞ്ഞെടുത്തത്. സാധാരണ ആദ്യ ദൗത്യം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ മാത്രമാണ് സർവേ കോപ്സിന്റെ അംഗമായി പരിഗണിക്കുക. ടൈറ്റൻസുമായി ഏറ്റുമുട്ടുമ്പോ എല്ലാ വിവരങ്ങളും നമ്മുടെ പക്കൽ ഉണ്ടാവണമെന്നില്ല. എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാടധികം സാഹചര്യങ്ങൾ വന്നു കാണും. അതുകൊണ്ട് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും വളരെയധികം സിൻസിയർ ആയിരിക്കുകയും അവർക്ക് ആവശ്യമാണ് എന്ന് കമാൻഡർ പറയുന്നു. എനിക്ക് നേരെ ബ്ലേഡ് ചൂണ്ടിയപ്പോ അവർക്കൊന്നും തോന്നിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് എറിൻ പറയുന്നു. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ഓഫീസർ വരുന്നത്. കമാൻഡർ ഹാൻജി അന്വേഷിക്കുന്നു. ഇത് നോക്ക്, എറിന്റെ ടൈറ്റൻ കൈ ഇതിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഇതാ ഇതുപോലെ തന്നെയായിരുന്നു ടൈറ്റൻ കൈയും ഈ സ്പൂൺ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് കോയിൻസിഡൻസ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ സ്പൂണിന് ചൂടിൽ നിന്നോ സമ്മർദ്ദത്തിൽ നിന്നോ രൂപമാറ്റം സംഭവിച്ചിട്ടില്ല. നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ഹാൻജി എറിനോട് ചോദിക്കുന്നു. എനിക്കത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഓ, ഈ കാരണം കൊണ്ടായിരിക്കും നിനക്ക് മുമ്പ് ടൈറ്റൻ ആവാൻ സാധിക്കാതിരുന്നത്. ടൈറ്റനുകളെ കൊല്ലണം, വെടിയുണ്ട തടയണം, ആ പാറ ചുമക്കണം. ടൈറ്റനായി മാറിയപ്പോഴെല്ലാം നിന്റെ മുമ്പിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. സോ കയ്യിൽ മുറിവേൽപ്പിച്ചത് കൊണ്ട് മാത്രം നീ ചേഞ്ച് ആവില്ല, ഒരു പ്രധാന ലക്ഷ്യം കൂടിയും വേണം എന്ന് പറയുവാണ് ഹാൻജി. ശരിയാണ്, ഞാൻ ആ ബീരങ്കിയുടെ ഉണ്ട തടുത്തതും അതുപോലെ തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഒരു സ്പൂൺ എടുക്കാൻ വേണ്ടി ടൈറ്റൻ ആവുക എന്നൊക്കെ പറഞ്ഞാ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ് എറിൻ. അപ്പൊ നീ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ലേ? അങ്ങനെ ഇത് കേട്ട് അവരെല്ലാവരും അവരുടെ കൈ തന്നെ ഒന്ന് കടിച്ചു നോക്കുവാണ്. ഇനി അഥവാ ടൈറ്റൻ ആയാലോ? നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് എറിൻ ചോദിക്കുന്നു. ഓ, ഇത് നല്ല വേദനയുള്ള പരിപാടിയാണല്ലേ? ശരിക്കും എറിൻ, നിനക്ക് എങ്ങനെയാടാ നിന്റെ കൈ കടിക്കാൻ പറ്റുന്നത്? തെറ്റ് ഞങ്ങളുടെ ഭാഗത്തായിരുന്നു, ഇതൊരു ക്ഷമ പറയലായി കൂട്ടിക്കോ എന്ന് അവർ എറിനോട് പറയുന്നു. നിന്നെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് അവിടെ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് ഒലിവെ പറയുന്നു. എന്നോട് ക്ഷമിക്കൂ എറിൻ എന്ന് പറയുവാണ് പെട്ര. ഞങ്ങളപ്പോ ഒരുപാടധികം ഭയന്നു പോയി. പക്ഷെ എന്തൊക്കെയായാലും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്ന പോലെ നീ ഞങ്ങളെയും വിശ്വസിക്കണം എന്ന് പെട്ര പറയാണ്. അതേ കാര്യം തന്നെയാണ് പ്രസന്റിൽ വീണ്ടും പെട്ര പറയുന്നത്. സോ എറിന് വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അവരെല്ലാവരും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ആ ടൈറ്റനും വളരെ സ്പീഡിൽ അവരുടെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും കൂടെയുള്ള സൈനികർ മരിക്കുന്നത് കണ്ടിട്ടും ഇവരെല്ലാം മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ക്യാപ്റ്റൻ ലീവായി ഇപ്പോഴും മുന്നോട്ടാണ് നോക്കുന്നത്. ഇവരും അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാനും അദ്ദേഹത്തെ വിശ്വസിക്കും. അപ്പോഴാണ് എറിൻ മുകളിലോട്ടൊന്ന് നോക്കുന്നത്. ആ ടൈറ്റൻ എറിയുടെ തൊട്ട് പുറകിലെത്തിയിരിക്കുന്നു. പെട്ടെന്നാണ് ഫയർ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. കമാൻഡർ എർവിന്റെ സ്ക്വാഡ് ആ ടൈറ്റനെ റോപ്പുകൾ ഉപയോഗിച്ച് ബന്ധിക്കുന്നു. കുറച്ച് മുന്നിലോട്ട് പോയി കുതിരകളെ സേഫ് ആക്കിയതിനു ശേഷം 3D മാനുവൽ ഗിയറിലോട്ട് മാറുക. കുറച്ചു സമയത്തേക്ക് ഞാൻ നിങ്ങളിൽ നിന്നും വിട്ടുനിൽക്കും. സ്ക്വാഡിന്റെ ചാർജ് എൽഡാണ് നിയന്ത്രിക്കേണ്ടത്. എറിനെ ആ ടൈറ്റന്റെ അടുത്ത് നിന്നും ദൂരെ എവിടെയെങ്കിലും ഒളിപ്പിക്കുക എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ലീവൈ അവിടെ നിന്നും പോകുന്നു. അവർ ശരിക്കും ആ ടൈറ്റനെ ജീവനോടെ പിടികൂടിയോ എന്ന് ചിന്തിക്കുവാണ് എറിൻ. ഇപ്പൊ എങ്ങനെയുണ്ട് എറിൻ? ആ ടൈറ്റനെ ഞങ്ങൾ പിടികൂടിയത് കണ്ടോ? അതാണ് സർവേ കോപ്സിന്റെ ശക്തി. ഞങ്ങളെ അത്ര വില കുറച്ച് കാണണ്ടാട്ടോ, മനസ്സിലായോടെ ചക്ക എന്ന് അവർ എറിനോട് പറയുന്നു. കണ്ടിട്ട് അതിന് അനങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ വളരെയധികം കെയർഫുൾ ആയിട്ടിരിക്കണം. എന്തായാലും അവരെ ഇതുവരെ കൊണ്ടുവരേണ്ട ദൗത്യം നീ മനോഹരമായിട്ട് തന്നെ ചെയ്തു എന്ന് പറയുവാണ് എർവിൻ. പിൻഭാഗത്തുള്ള സൈനികർ അവരുടെ ജീവൻ കൊടുത്തു. അങ്ങനെ അവർ സമയം നേടിത്തന്നത് കൊണ്ട് മാത്രമാണ് ഈ ദൗത്യം വിജയിച്ചത്. അവരില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന് പറയുവാണ് ലീവായ്. അവരുടെ ത്യാഗങ്ങൾ കാരണം ഇതിനകത്ത് ആരാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് ക്യാപ്റ്റൻ ലീവായ് പറയുന്നു. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ എറിനെ പോലെ ഒരു മനുഷ്യനാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവർക്ക് ആൾറെഡി മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആരായിരിക്കും ആ ടൈറ്റൻ? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.